വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പട്ടണത്തിലേക്കാണ് കടക്കുന്നത്. പത്തനംതിട്ട ജില്ലയിലെ വലിയ പട്ടണങ്ങളിലൊന്നായിട്ടുള്ള അടൂരിലെ ഹൈസ്കൂൾ ജംഗ്ഷനിലേക്കാണ് പന്തളം ഭാഗത്തു നിന്നും MC റോഡിലൂടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. വലതുവശത്തുകൂടി മറ്റൊരു റോഡ് വരുന്നുണ്ട്. കായംകുളം പുനലൂർ സ്റ്റേറ്റ് ഹൈവേ ആണത്. അല്പം കൂടി മുന്നോട്ട് പോകുമ്പോൾ കരുവാറ്റ ബൈപ്പാസ് ജംഗ്ഷനിലെ സിഗ്നലിൽ എത്തുകയായി. നേരെ പോകുന്നത് ടൗണിലേക്കാണ്. റൈറ്റ് എടുത്ത് ബൈപ്പാസ് റോഡിലൂടെ ഏതാണ്ട് 2 കിലോമീറ്ററോളം സഞ്ചരിച്ചാൽ പട്ടണത്തിന്റെ തിരക്കിൽപ്പെടാതെ MC റോഡിലൂടെയുള്ള യാത്ര തുടരാം. റെസ്റ്റോറൻറ്റുകളുടെ ഒരു നിര തന്നെ ബൈപ്പാസിൻ്റെ ഇരുവശങ്ങളിലായും നമുക്കിവിടെ കാണാൻ കഴിയും. ഇവിടെ നെടുമുട്ടിൽപ്പടി ബൈപ്പാസ് ജംഗ്ഷനിലാണ് ബൈപ്പാസ് അവസാനിക്കുന്നത്. അടൂർ ടൗണിൻ്റെ സെൻട്രൽ ജംഗ്ഷനിലേക്ക് പോകേണ്ടത് ഇവിടെ നിന്നും ലെഫ്റ്റിലേക്ക് തിരിഞ്ഞാണ്. നമുക്ക് വലത്തേക്ക് പോകാം. ശരിയായിട്ട് തൊട്ടടുത്ത നെല്ലിമുട്ടിൽപ്പടി കവല വരെ ഈ റോഡ് വണ്ടിപ്പെരിയാർ കൊല്ലം നാഷണൽ ഹൈവേ 183A ഭാഗമാണ്. MC റോഡ് നേരെ കൊട്ടാരക്കര എത്തി തിരുവനന്തപുരത്തേക്ക് പോകുന്നു. ഹൈവേ ആ ജംഗ്ഷനിൽ നിന്നും റൈറ്റിലേക്ക് തിരിഞ്ഞ് ഭരണിക്കാവ് ശാസ്താംകോട്ട വഴി കൊല്ലത്തിനടുത്ത് ചവറ ടൈറ്റാനിയം ജംഗ്ഷനിൽ നാഷണൽ ഹൈവേ 66 ചേരും. നമ്മൾ ഹൈവേയിലൂടെയാണ് പോകുന്നത്. പ്രഖ്യാപനം നടന്നുവെങ്കിൽ കൂടി ഹൈവേയുടെ രൂപത്തിലേക്കൊന്നും ഈ റോഡ് മാറിയിട്ടില്ല. ഇനി MC റോഡിലൂടെ കൊട്ടാരക്കര ഭാഗത്തു നിന്നും അടൂർ ടൗണിലേക്ക് പോകാം. നേരത്തെ കടന്നുപോയ നെല്ലിമുട്ടിൽപ്പടി ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. രാജഭരണകാലത്തെ ഒരു സംഭവവുമായിട്ട് ബന്ധപ്പെട്ടാണ് ജംഗ്ഷന് ഈ ഒരു പേര് കിട്ടുന്നത്. തിരുവിതാംകൂറിന്റെ രാജാവായിരുന്ന മാർത്താണ്ഡവർമ്മ തന്നെ വധിച്ച് അധികാരം പിടിച്ചെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് കുട്ടിക്കാലത്ത് ഒളിവിൽ കഴിഞ്ഞിരുന്നു. അങ്ങനെ സുരക്ഷിതമായിട്ട് ഒളിവിൽ കഴിയുന്നതിനു വേണ്ടി മാവേലിക്കര ഭാഗത്തേക്കുള്ള യാത്രയിൽ അടൂരെത്തിയത്രേ. സഹായികൾക്കൊപ്പം വേഷം മാറിയൊക്കെയാണ് യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് ഏതാണ്ട് 14 വയസ്സിനടുത്ത് മാത്രം പ്രായമുണ്ടായിരുന്ന ബാലനായിരുന്നു അദ്ദേഹം. കഠിനമായ യാത്രയുടെ ക്ഷീണം കാരണം യാത്ര തുടരാനാകാതെ വരികയും അടൂരിലെ നെല്ലിമുട്ടിൽ എന്ന സിറിയൻ ക്രിസ്ത്യൻ തറവാട്ടിലെ മുതിർന്ന സ്ത്രീ രാജകുമാരനാണെന്നറിയാതെ തന്നെ അവർക്ക് അഭയം നൽകിയത്രേ. പിന്നീട് മാർത്താണ്ഡവർമ്മ രാജാവായപ്പോൾ ആ കുടുംബത്തെ വേണ്ട രീതിയിൽ ആദരിക്കുകയുണ്ടായി എന്നാണ് ചരിത്രം പറയുന്നത്. ആ കുടുംബത്തിൻ്റെ പേരാണ് ജംഗ്ഷൻ്റെ പേരായിട്ട് പിന്നീട് മാറിയത്. അടൂരിലെ സെൻട്രൽ ജംഗ്ഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അവിടെ റോഡ് ഒരു റൗണ്ട് അബൌട്ട് ചുറ്റിയാണ് പോകുന്നത്. റൗണ്ട് അബൌട്ടിൻ്റെ മധ്യഭാഗം ഗാന്ധി പാർക്ക് എന്നറിയപ്പെടുന്ന പബ്ലിക് പാർക്കാണ്. ഇടത്തേക്ക് പോയാൽ എത്തുന്നത് മുൻപ് നമ്മൾ ബൈപ്പാസ് റോഡിലേക്ക് കയറിയ കരുവാറ്റ ഭാഗത്തേക്കാണ്. റൈറ്റിലേക്ക് തിരിഞ്ഞു പോകാം. ആദ്യമെത്തുന്ന കവലയിൽ നിന്നും ഇടത്തേക്ക് നാഷണൽ ഹൈവേ പോകുന്നു. ജില്ലാ ആസ്ഥാനമായ പത്തനംതിട്ട വഴി വണ്ടിപ്പെരിയാറിലേക്ക്. കായംകുളം പുനലൂർ സ്റ്റേറ്റ് ഹൈവേയാണ് നേരെ പോകുന്നത്. പത്തനാപുരമാണ് ഈ റൂട്ടിലെ അടുത്ത പ്രധാന പട്ടണം. അനന്തരാമപുരം മാർക്കറ്റ് എന്ന പേരിൽ രാജഭരണകാലത്ത് സ്ഥാപിക്കപ്പെട്ട പറക്കോട് ചന്തയിലേക്കും ഇതുവഴി തന്നെയാണ് പോകേണ്ടത്. അടൂരിൽ നിന്നും ഏതാണ്ട് 4 കിലോമീറ്ററോളം ദൂരമുണ്ട്.
കാർഷിക പ്രാധാന്യമുള്ള ഒരു ദേശമാണിത്. അത് കാരണം പണ്ട് മുതൽക്ക് തന്നെ മലഞ്ചരക്ക് വ്യാപാരത്തിന് വളരെയധികം പേരുകേട്ട ചന്തയാണ് പറക്കോട് ചന്ത. പത്തനംതിട്ട ജില്ലയിലെ താലൂക്ക് ആസ്ഥാനവും മുനിസിപ്പാലിറ്റിയും ഒക്കെയാണ് അടൂർ. ഇനി തിരികെ പോയേക്കാം. അടൂർ എന്ന പേരുണ്ടായതിനെക്കുറിച്ച് നിരവധി തിയറികളുണ്ട്. അതിലൊന്ന്, അടർന്നു കിട്ടിയ ഊര്, അതായത് ധാനം കിട്ടിയ നാട് എന്നത് ലോപിച്ചാണ് അടൂർ എന്ന പേരുണ്ടായതെന്നാണ്. യുദ്ധം നടന്ന നാടിന് അടർ നടന്ന ഊര് എന്നറിയപ്പെട്ടുവെന്നും കാലാന്തരത്തിൽ അടൂർ ആയി മാറിയെന്നും പറയപ്പെടുന്നു. അതാണ് മറ്റൊരു തിയറി. ഇനി വേറൊരു തിയറിയുള്ളത്, ഇളയടത്ത് സ്വരൂപം ഈ ദേശം ഒരു മഠത്തിലേക്ക് പണം വാങ്ങി അട്ടിപ്പേറായി നൽകിയെന്നും അങ്ങനെ അട്ടിപ്പേറായി നൽകിയ ഊര് എന്ന അർത്ഥത്തിലാണ് അടൂർ എന്ന് വിളിച്ചു തുടങ്ങിയതെന്നുമാണ്. സേക്രഡ് ഹാർട്ട് മലങ്കര സിറിയൻ കാത്തലിക് ചർച്ചാണ് ഇടതുവശത്തായിട്ട് കാണുന്നത്. സെൻട്രൽ ജംഗ്ഷനിലേക്ക് തിരികെ എത്തിയിട്ടുണ്ട്. ഇനി നേരെ തന്നെ വിക്കളയാം. KSRTCയുടെ അടൂർ ബസ് സ്റ്റേഷൻ ഇവിടെ ഇടതുവശത്തായിട്ടാണ്. ശ്രീ പാർത്ഥസാരഥി ടെമ്പിളിൻ്റെ കമാനമാണ് ഇടതുഭാഗത്തായിട്ട് കാണുന്നത്. ഈ അമ്പലത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചുള്ള ഗജമേള ഏറെ പ്രശസ്തമാണ്. ഈ റോഡിൻ്റെ കുറച്ച് ഭാഗം വൺ വേ ആണ്. ഇവിടെയാണ് വൺ വേ വന്ന് ചേരുന്നത്. അടൂർ ഗവൺമെൻറ് ജനറൽ ഹോസ്പിറ്റലാണ് കാണുന്നത്. വൺ വേയുടെ ഭാഗമായിട്ട് സെൻട്രൽ ജംഗ്ഷനിലേക്ക് പോകുന്ന വാഹനങ്ങൾ ഇവിടെ നിന്നും തിരിഞ്ഞാണ് പോകേണ്ടത്. സെയിൻറ് ജോൺസ് റോമൻ കാത്തലിക് ചർച്ചാണത്. അടൂർ കരുവാറ്റ സെന്റ് മേരീസ് ഓർത്തഡോക്സ് ചർച്ച് ഇടതുവശത്തായിട്ട് കാണാം. കരുവാറ്റ ബൈപ്പാസ് ജംഗ്ഷൻ പിന്നിട്ട് വീണ്ടും ഹൈസ്കൂൾ ജംഗ്ഷനിലേക്ക് എത്തുന്നു. ഇവിടെയും ഒരു റൗണ്ട് അബൌട്ട് ഉണ്ട്. നൂറനാട്, ചരമൂട്, കറ്റാനം വഴി കായംകുളത്തേക്ക് നേരെ പോകാം. വലത്തേക്ക് തിരിഞ്ഞാൽ MC റോഡിലേക്ക് ഇറങ്ങി പന്തളം ഭാഗത്തേക്കും പോകാം.
ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.